ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വീഡിയോയുമായിട്ട് ബുക്ക് ഓഫ് ലോഡിലൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ബുക്ക് ഓഫ് ലോഡ് പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് ഒരു വലിയൊരു സംവാദം നടക്കാൻ പോകുന്നുവോ, ഓർത്തഡോക്സ് ബെന്തിക്കോസ്, അതായത് ഒരു ഡിബേറ്റ് നടക്കുവാനായിട്ട് പോകുന്നുവോ. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നത് കണ്ടു. ഒരു പാസ്റ്റർ, അതായത് ബെന്തിക്കോസിലെ ഒരു പാസ്റ്റർ പരിജ്ഞാനമില്ലാതെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു. കാരണം അത് ഓർത്തഡോക്സ് സഭയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി പി ജോൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ അതിനെതിരായിട്ട് ഡിബേറ്റിന് വരികയും അദ്ദേഹം അതിന്റെ മറുപടി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൊടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കാണുവാനായിട്ട് ഇടയായി. അപ്പോൾ ഒരു ഓർത്തഡോക്സ് ബെന്തിക്കോസ് സംവാദം ഉണ്ടാവുമോ? അപ്പോൾ അതുപോലെ തന്നെ ഈ പരിജ്ഞാനമില്ലാതെ പ്രസംഗിച്ച ഈ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാസ്റ്റർ ഷമീർ കൊല്ലം വരികയും അദ്ദേഹത്തിന് നാക്ക് ഉളുക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒരു വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ ബിന്നി പി ജോൺ പറഞ്ഞത് പാസ്റ്റർ ഷമീർ കൊല്ലത്തിനും വരാം, ഒരു സംവാദം നടത്താം എന്നൊക്കെയാണ് അവിടെ വെല്ലുവിളിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മനുഷ്യന് യോജിക്കാത്ത വാക്കുകളൊക്കെ ബിന്നി പി ജോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അല്ലെ, ദൈവവചനം പറയുന്നവർ ഇങ്ങനത്തെ വർത്തമാനമൊക്കെ പറയാൻ പാടുണ്ടോ? പാടില്ല. എങ്കിലും അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം. പാസ്റ്റർ വായിൽ നിന്നും അല്പം കൂടിപ്പോയി എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ആ സംവാദത്തിന് തയ്യാറായി നിൽക്കുന്ന, അല്ലെങ്കിൽ സംവാദത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് മടങ്ങി വരാം. പെരുന്നാൾ വേടി പഴക്കം റാസ ഡുണ്ടുണ്ടോ PPP ക്രിസ്മസ് മണ്ണാങ്കട്ട 3 മേഖല മണ്ണാങ്കട്ട. അപ്പോൾ ഞാൻ ടാർസം പാസ്റ്ററോടാണ് നമ്മുടെ മണ്ണാങ്കട്ട എന്ന് വിളിച്ചു പറഞ്ഞ പാസ്റ്ററോട് ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തെ മണ്ണാങ്കട്ട എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസം മലമാണ്. ഇത് മൈക്ക് കെട്ടി ഒറ്റയ്ക്കിരുന്ന് അത് അവിടെ ഇവിടെ വിളിച്ച് പറയുന്നതിനകത്തൊരു ആണത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങളുടെ ഒരു സംവാദ വേദിയിലേക്ക് ക്ഷണിക്കാം. ഓർത്തഡോക്സിന് വന്നതാണെന്ന് നിങ്ങളുടെ ഒരു സംസാരത്തിൽ നിന്നും എല്ലാ ഭാഷയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓർത്തഡോക്സിന് വന്ന ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ, ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന് പെന്തക്കോസ്തിൽ 5 തലമുറ പിന്നിട്ട ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലെ ഒരാളാണ്, ഒരു അംഗമാണ്. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ച ആളാണ്. റീസെന്റ് ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ മാമോദീസ എടുത്ത ആളാണ്. നിന്റെ അമ്പരചുംബികളുണ്ടാക്കിയ കൊത്തുപണിയും മിനുക്കുപണിയും അല്ലെങ്കിൽ ആശാരി ഉണ്ടാക്കിയ തട്ടാണ്ടാക്കിയ യേശുവിന്റെ രൂപവും മറിയത്തിന്റെ രൂപവും മണ്ണാങ്കട്ടെ വിഗ്രഹവും ഒക്കെ അടിച്ചെടുത്ത് അയ്യത്താണ്. ദൈവം വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നല്ല താങ്കൾ പറഞ്ഞ ഭാഷയിലൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നൊക്കെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാനൊരു മര്യാദയിലേക്ക് പറയുകയാണ്. നിങ്ങൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. 2026 പുതുവർഷം ആരംഭിച്ചുള്ളൂ. ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല, താല്പര്യമില്ലാതെയാണ് ചെയ്യാൻ വന്നതെങ്കിലും ഇത് ചെയ്യാതെ ഒരു നിർവാഹമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മണ്ണാങ്കട്ട പാസ്റ്റർ പരിചയപ്പെട്ട് കാണും. ഒരു പെന്തക്കോസ്ത് കൺവെൻഷൻ വേദിയിൽ നിന്ന് ഒരു പാസ്റ്റർ നിന്നങ്ങ് അലക്കുക. എന്തിനാ സ്നാനം? ആർക്കറിയാ സ്നാനം? ഇവ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എടാ പോലും പറയാൻ വയ്യാത്ത കൊച്ചിനെയും അല്ലെങ്കിൽ അവൻ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ തളിച്ച് മാമാ ജയിച്ച മണ്ണാങ്കട്ട. അമ്പലത്തിൽ പെരുന്നാൾ വേടി പഴക്കം റാസ ഡുണ്ടുണ്ടോ PPP ക്രിസ്മസ് മണ്ണാങ്കട്ട 3 മേഖല മണ്ണാങ്കട്ട. ദുഃഖ വെള്ളിയാഴ്ച ആശാരി ഉണ്ടാക്കിയ കുറ്റം വെച്ചിട്ട് അല്ലെ തലയെടുത്ത് ഓലക്കാലം. എടാ നിന്റെ അമ്പരചുംബികളുണ്ടാക്കിയ കൊത്തുപണിയും മിനുക്കുപണിയും അല്ലെങ്കിൽ ആശാരി ഉണ്ടാക്കിയ തട്ടാണ്ടാക്കിയ യേശുവിന്റെ രൂപവും മറിയത്തിന്റെ രൂപവും മണ്ണാങ്കട്ടെ വിഗ്രഹവും ഒക്കെ അടിച്ചെടുത്ത് അയ്യത്താണ്. മണ്ണാങ്കട്ട ഓർത്തഡോക്സ് വിശ്വാസം, പരിശുദ്ധ മറിയം, മാമോദീസ, 3 കുർബാന, അങ്ങനെ ഭയങ്കര പ്രസംഗം, ഓരോ പ്രസംഗം നാട്ടുകാരെ ഇടപെടുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് നേരം വെളുത്ത കുറച്ച് പെന്തക്കോസ്തുകാരുണ്ട്. അതായത് ബോധവും വിവരവും അത്യാവശ്യം തലയിൽ മൂളയുള്ള കുറച്ച് പെന്തക്കോസ്തുകാരുണ്ട്. അവരും ഈ വീഡിയോയ്ക്ക് എതിരെ വന്നു. ഇതെങ്ങനെയല്ല ഒരു പെന്തക്കോസ്ത് സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ്, പരിജ്ഞാനമില്ലാതെയാണ് ഇതെല്ലാം ചെയ്തത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പെന്തക്കോസ്തുകാർ ഇതിനെതിരെ വന്നു. പക്ഷേ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഇതിന്റെ എതിർഭാഗം തന്നെയാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെ സത്യമാണെന്നും ബൈബിളിലുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ നേരം വെളുക്കാത്ത കുറച്ച് ആളുകളാണ് ഇപ്പോഴും പെന്തക്കോസ്തിൽ കൂടുതലുള്ളത്. അപ്പോൾ അവർ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നുണ്ട്. കാരണം ഈ ലോകം നമ്മുടെ എല്ലാം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കണോണ്ടായിരിക്കും
ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത കുറേ ടീമുകളുണ്ട്. അപ്പോൾ പെന്തക്കോസ്റ്റലിസം ഇപ്പോൾ എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാത്ത അറിയാത്ത കുറേ ആളുകളുണ്ട്. ഇതെല്ലാം എന്തോ വലിയ പെന്തക്കോസിൻ്റെ എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ടാർസം പാസ്റ്ററോടാണ്, നമ്മുടെ മണ്ണാങ്കട്ട എന്ന് വിളിച്ച് പറഞ്ഞ പാസ്റ്ററോട് ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തെ മണ്ണാങ്കട്ട എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസം മലമാണ്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് മൈക്ക് കെട്ടി ഒറ്റയ്ക്കിരുന്ന് അത് അവിടെ ഇവിടെ വിളിച്ച് പറയുന്നതിനകത്തൊരു ആണത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു സംവാദ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഓർത്തഡോക്സിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങളുടെ ഒരു സംസാരത്തിൽ നിന്നും എല്ലാ ഭാഷയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓർത്തഡോക്സിൽ നിന്ന് വന്ന ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന് പെന്തക്കോസ്തിൽ 4 തലമുറ പിന്നിട്ട 5 തലമുറ പിന്നിട്ട ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലെ ഒരാളാണ്, ഒരു അംഗമാണ്. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ച ആളാണ്. റീസെൻ്റ്ലി ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ മാമോദീസ എടുത്ത ആളാണ്. നിങ്ങളുടെ സംവാദ രീതിക്ക് പറ്റിയ ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അറിയാം നിങ്ങൾക്ക് ചരിത്രപരമായോ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായോ പെന്തക്കോസ്തിനെ പറ്റിയോ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ ഒന്നും അറിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇത് കേട്ട കുറച്ച് ഓഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഓർത്തഡോക്സിലെ കുറച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ പെന്തക്കോസ്തിൽ താങ്കൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പ്രയോജനമാകുവാൻ വേണ്ടി ഒരു സംവാദ വേദിയിൽ നമുക്ക് നമ്മളുടേതായുള്ള ആശയങ്ങൾ വെച്ച് നമുക്ക് ഇത് ഏതാണ്, മണ്ണാങ്കട്ടയാണോ മലമാണോ എന്നൊക്കെ നമുക്കൊന്ന് ആശയസംവാദം നടത്തിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു വിഷയത്തിൽ മൈക്ക് കെട്ടി ഒറ്റയ്ക്ക് എന്ന് വിളിച്ച് പറയുന്നതല്ല, എരിവും ആണത്തമുണ്ട്. എരിവെന്ന് പറയാൻ കാര്യം IIM പഠിപ്പിക്കുന്ന ഒരു സാറ് എനിക്ക് താങ്കളുടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു നല്ല എരിവുണ്ട് പക്ഷെ പരിജ്ഞാനമില്ല എന്നാണ് പറഞ്ഞത് പുള്ളി. അപ്പം അത് നിങ്ങളൊരു എരിവുകാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി. ആ എരിവുണ്ടെങ്കിൽ ആ എരിവ് ഉള്ള ആ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നല്ല താങ്കൾ പറഞ്ഞ ഭാഷയിലൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നൊക്കെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാനൊരു മര്യാദയിലേക്ക് പറയുകയാണ്, നിങ്ങൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8884080346 8884080346. ഈ നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയരുത്, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല കിട്ടിയില്ല അങ്ങനെയുള്ള ഒരു ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യും ഞാനപ്പോൾ. നമുക്ക് അത്തരത്തിലൊരു വേദിയിൽ സംവാദത്തിന് ഇരിക്കാം. നമ്മുടെ ഷമീർ കാക്കേനെ വേണമെങ്കിൽ കൂടെ വിളിക്കാം. ഷമീർ കാക്കയൊക്കെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന, അടുത്തെന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രോത്തൊക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്ന ആണ്. പുള്ളിക്കും ഈ പറഞ്ഞ പോലെ സംവാദത്തിന് പറ്റിയ സ്റ്റഫുള്ള ആളൊന്നുമല്ല. പുള്ളിയും ഈ ഒരു മോഡൽ തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ മോഡൽ തന്നെയാണ്. വെറുതെ ഇരുന്ന് പെന്തക്കോസ്തുകാരെയും കുറ്റം പറയുക, അവരവരെയും കുറ്റം പറയുക. അതെന്തോ വലിയ പെന്തക്കോസ്തിൻ്റെ വലിയ എന്തോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്നും ധീരതയാണെന്നും അതൊരു വലിയൊരു ശുശ്രൂഷയാണെന്നൊക്കെ ചിന്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നേരം വെളുക്കാത്ത കുറേ ടീമുകളാണ്. അപ്പോൾ അവരുള്ളിടത്തോളം കാലം ഇത് വിജയിക്കും, മുന്നോട്ട് പോകും. ഇത് അങ്ങനെ എങ്ങനെ തന്നെയായിരുന്നു പെന്തക്കോസ്. ഇപ്പോഴുള്ള പെന്തക്കോസുകാർ ഇച്ചിരി മാന്യന്മാരായതുകൊണ്ട് ഇതിനെതിരായിട്ട് വന്നെന്നുള്ളൂ. നേരത്തെ അതായത് ഇതൊരു 30 വർഷം മുമ്പെങ്കിലും ഇറക്കേണ്ടിയിരുന്ന ഒരു സാധനമാണ്. അന്ന് ഇതാരും വലിയ പ്രതികരിക്കില്ലായിരുന്നു, അത് വലിയ കാര്യമായിട്ട് എടുക്കില്ലായിരുന്നു. ഇപ്പോഴൊക്കെ പെന്തക്കോസിലുള്ള ആൾക്കാർക്ക് ഇച്ചിരി വെളിച്ചമൊക്കെ വന്നതുകൊണ്ടാണ് അവരിപ്പോഴെങ്കിലും അതിനൊന്ന് എതിരായിട്ടെങ്കിലും പറഞ്ഞു തുടങ്ങിയത്. അവർക്ക് തന്നെ ഒരു നാണക്കേട് തോന്നിക്കാണണം. എന്തായാലും നേരം വിളിക്കാത്ത ആളുകൾ ഉള്ളിടത്തോളം കാലം, അതും ഭൂരിഭാഗം, അതിനകത്ത് വിദ്യാഭ്യാസമോ പണമോ അല്ലെങ്കിൽ കുടുംബ മഹിമ ഇതൊന്നും ഒരു വിഷയമില്ലട്ടെ. പെന്തക്കോസിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ നേരം വിളിക്കാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പം ഇനി ഏതെങ്കിലും വേദിയിൽ ഇത് പറയാൻ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ പറയും എന്ന് നിങ്ങൾക്ക് വലിയ ധീരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളോട് ഒന്ന് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്കപ്പോൾ ഏതെങ്കിലും സംവാദവേദിയിലേക്ക് കാണാം. ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് പെന്തക്കോസ്തുകാരുടെ വിഷയങ്ങളൊന്നും ഇടപെടാതിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊന്ന് പോളിഷ് ചെയ്യാനും എൻ്റെ 2-3 വർഷമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്ത് ഒന്നുകൂടി എടുക്കണം. അപ്പം അത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമ്പർ ഞാൻ പറയുന്നു 8884080346. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ കുറേ പെന്തക്കോസ്തുകാരുണ്ട്.
നിങ്ങൾക്ക് കമൻ്റ് ഇടാനേ പറ്റുള്ളൂ. നിങ്ങൾ ആ കമൻ്റ് ഇട്ട് തുടരുക, മൈൻഡ് ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വാട്സപ്പിൽ അയക്കാതിരിക്കുക. അപ്പോൾ ടാർസം പാസ്റ്ററിനെ ഏതെങ്കിലും ഒരു സംവാദവേദിയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് ബെന്തിക്കോസ് വിശ്വാസമാണോ ഓർത്തഡോക്സ് വിശ്വാസമാണോ ശരിയെന്നുള്ളതാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും വ്യത്യസ്തമായ വിശ്വാസങ്ങളാണ്. ഞാൻ പണ്ടേ പറഞ്ഞു, ഇവിടെ കാണുന്നതെല്ലാം സഭകളല്ല, എല്ലാം പ്രസ്ഥാനങ്ങളാണ്, അല്ലെ? ഓരോ ദിവസവും ഓരോ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ഉണർന്നു വന്നുകൊണ്ടിരിക്കും. ബെന്തിക്കോസിൽ നിന്നും പല ആളുകൾ പോയി പല പല പ്രസ്ഥാനങ്ങൾ തുടങ്ങി. ബെന്തിക്കോസിൽ നിന്ന് പല ആളുകളും എനിക്ക് തോന്നുന്നു നിരീശ്വരവാദി വരെ ആയവരുണ്ട്. കഴിഞ്ഞ ഘട്ടത്തിൽ എനിക്ക് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാനിടയായി. അയാളുടെ പേര് അരുൺ ഉമ്മന്നോ കണ്ടാണ് അയാളുടെ പേര്. അപ്പൊ അദ്ദേഹം ബെന്തിക്കോസ് വിശ്വാസിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയാണെന്നാണ് അദ്ദേഹം സ്വയം വെളിപ്പെടുത്തുന്നത്. അപ്പൊ ബെന്തിക്കോസ് വിശ്വാസം കൊണ്ട് നിരീശ്വരവാദികൾ ഉണ്ടാകാം, എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും ഉണ്ടാകാം എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് വിശ്വാസം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിന്നി പി ജോൺ എന്ന് പറയുന്ന ഈ യുവാവ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനകത്ത് രണ്ടിന്റെയും വ്യത്യസ്തമായ കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം സംഘടന തന്നെയാണ്. ഞാൻ പല കാലങ്ങളായി പല വട്ടങ്ങളായി നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഇതെല്ലാം സംഘടനകൾ മാത്രമാണ്, ഇതൊരു സഭയല്ല. സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് സഭയെന്ന് വിളിക്കുന്നത്. അല്ലാത്തവരെ എങ്ങനെയാണ് സഭ എന്ന് വിളിക്കുവാൻ നമുക്ക് കഴിയുമോ? കഴിയില്ല, അല്ലെ? വിശ്വാസികളുടെ കൂട്ടമാണ് സഭ എന്ന് പറയുമ്പോൾ മണവാട്ടിയാണ്, അല്ലെ? സഭ എന്ന് പറയുന്നത് ഇങ്ങനെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അതിൽ കുരിശ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ആരാധിക്കുന്നതാണോ സഭ? അതല്ല സഭ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണാൻ കഴിയുന്നത് സഭ എന്ന് വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം സംഘടനകൾ മാത്രമാണ്. ഈ സംഘടനകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് നടത്താമെന്ന് പറയുന്നെന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിലൊന്ന്, അല്ലെ? ബെന്തിക്കോസ് വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ബെന്തിക്കോസുകാർക്ക് കുറെ കാലങ്ങളായി ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? തൃത്വം എന്ന് പറയുന്ന ഒരു സംഭവം പിതാക്കന്മാർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെ, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ യേശുക്രിസ്തു പറഞ്ഞതാണ്, അതനുസരിക്കാൻ കഴിയാതെ തൃത്വം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, അല്ലെ, അത് എനിക്ക് തോന്നുന്നു ഈ ഓർത്തഡോക്സുകാരുടെ തന്നെയാണ്. നിക്കിയ ആണ് തൃത്വം എന്ന് പറയുന്നത്. ആ നിക്കിയ അനുസരിക്കുന്നത് കുഴപ്പമില്ലെന്ന് നമ്മള് കുറച്ചു നാൾ മുമ്പ്, 6 മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു. സാംകുട്ടി സാറാണെന്ന് തോന്നുന്നു പറഞ്ഞത്, നമുക്ക് നിക്കിയ അനുസരിക്കുന്നതിൽ കുഴപ്പമില്ല, തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ബെന്തിക്കോസുകാർ നിക്കിയ ചൊല്ലുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ ഇവരുടെ നിക്കിയ എടുത്തിട്ടാണ് ഇവർ ഈ തൃത്വവും കാര്യങ്ങളും ഒക്കെ തെളിയിക്കുന്നത്, അല്ലെ? ബെന്തിക്കോസുകാർ പൊതുവെ തെളിയിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘടനയെ അവരങ്ങനെ പറയാൻ പാടുണ്ട്? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിക്കിയയുടെ വിശ്വാസത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. നിക്കിയ എന്താണെന്നുള്ള കാര്യം, 4ഉം 5ഉം ദൈവങ്ങളൊക്കെ വരുന്ന നിക്കിയയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് നിക്കിയ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെ? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അതനുസരിക്കാതെ 3ഉം 4ഉം ദൈവങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്ന നിക്കിയാണ്, 3ഉം 4ഉം പേർക്ക് നിക്കിയ വഴിയൊരുക്കിയിരിക്കുന്ന ആ നിക്കിയാണ് ബെന്തിക്കോസുകാരും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പറയാൻ പാടുണ്ടോ? കാരണം ഓർത്തഡോക്സ് വിശ്വാസം തെറ്റാണ് എന്ന് അങ്ങനെ പറയുവാൻ അവർക്ക് പാടുള്ള കാര്യമല്ല. അവരങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിൽ പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ബിന്നി പി ജോൺ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് ശരിയെന്ന് പറയുന്നത്. ബിന്നി പി ജോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയിലുള്ള ഷിബു ചായന്റെ ശിഷ്യനാണ്. ആ ശിഷ്യന് അദ്ദേഹം പറയുന്നതായിരിക്കുമല്ലോ ശരിയെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഷിബു ചായനാണെങ്കിലും അദ്ദേഹം ഓർത്തഡോക്സ് വിശ്വാസം പിന്തുടരുന്ന ഒരു വ്യക്തിത്വമാണ് ഷിബു ചായൻ എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷിബു ചായനെ കുറിച്ച്. ഷിബു ചായൻ ഓർത്തഡോക്സിയാണ്. പലപ്പോഴും ഷിബു ചായന് സംസാരിക്കുമ്പോൾ തന്നെ അനാവശ്യ വാക്കുകളൊക്കെ ഷിബു ചായന്റെ വായുകളിൽ നിന്ന് പുറപ്പെടും നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഒരു അപ്പോസ്തലന്മാരും അങ്ങനെ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ചതായിട്ട് ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഓർത്തഡോക്സ് വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പ്രധാനമായും ചിന്തിക്കുമ്പോൾ തന്നെ അതൊരു സംഘടനാ വിശ്വാസമാണ്. ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബായ ഉണ്ട്, മർത്തോമായ ഉണ്ട്, CSI ഉണ്ട്, കത്തോലിക്ക ഉണ്ട്. അതെല്ലാം ഓരോ പ്രസ്ഥാനങ്ങളാണ്. അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ
അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്, അവരുടേതായ പ്രോട്ടോകോളുകളുണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ചാണ് അവർ പ്രവർത്തിച്ചു പോകുന്നത്. ബന്ധുക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ദൈവത്തെക്കുറിച്ച് അറിയാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ നിക്കിയ എടുക്കേണ്ടി വന്നു, നിക്കിയ കടമെടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പാസ്റ്റർ അനിൽ കുടിത്തോട്ടമാണെങ്കിൽ തന്നെ ഇപ്പൊ തൃത്വം തെളിയിക്കാനായിട്ട് അവരുടെ നിക്കിയ ഉപയോഗിച്ചാണ് തെളിയിക്കുന്ന മൊത്തം. അത് നമുക്കറിയാവുന്ന ഒരു വാസ്തവം തന്നെയാണ് എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പം നൈസിയൻ ക്രീഡ്, അപ്പം പല ആളുകളും ഇന്ന് പെന്തിക്കോസിൽ ആ നൈസിയൻ ക്രീഡ് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിക്കിയ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും സഹോദരങ്ങളല്ലേ, നിക്കിയ അനുസരിക്കുമ്പോൾ എല്ലാവരും സഹോദരങ്ങൾ, തൃത്വക്കാരെല്ലാം എന്താണ് പൂർണ്ണമായും സഹോദരങ്ങളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അങ്ങനെ ഒരിക്കലും ആ പാസ്റ്റർ പഠിക്കാനുമില്ല, സംസാരിക്കാനായിട്ട് പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റായിരുന്നു അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ഇനി ബിന്നി പി ജോണിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ഓർത്തഡോക്സ് വിശ്വാസമാണ് ശരിയെന്ന്. ഒരിക്കലും ഓർത്തഡോക്സ് വിശ്വാസം ശരിയല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശിബിച്ചാന് കൊടുത്ത മറുപടിയിൽ ഞാൻ പറഞ്ഞിരുന്നു. കാരണം നിക്കിയയിലെ തെറ്റുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും കേട്ടതാവും, അത് കേട്ട് കാണുമായിരിക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ഇടയിലാണെന്ന് തോന്നുന്നു നമ്മുടെ പോപ്പ് അല്ലെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞത്, കാരണം മറിയത്തെ എന്ത് ചെയ്യരുത്, സഹരക്ഷകയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. തെറ്റാണ്, യേശുക്രിസ്തു ഒറ്റയ്ക്കാണ് തന്റെ രക്ഷാപ്രവൃത്തി നടത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം കണ്ട ഒരു കാഴ്ചയാണ്, അദ്ദേഹം അനൗൺസ് ചെയ്തത് നമ്മൾ കണ്ട കാര്യമാണ്. എന്നിട്ടും ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വീണ്ടും ഈ ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ മറിയ ഭക്തി അല്ലെങ്കിൽ മറിയമ്മിനെ അവരെന്താണ് മധ്യസ്ഥത വെക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതിനെ അനുസരിക്കാൻ കഴിയാതെ പിന്നെയും അവരെന്ത് ചെയ്യുന്നു, മധ്യസ്ഥത വെച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ് ഈ ഓർത്തഡോക്സിലുള്ളവർ. അപ്പൊ അത് വിശ്വാസം തെറ്റല്ലേ എന്നുള്ളതാണ് എനിക്ക് ബിന്നി പി ജോണിനോട് ചോദിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങള് അദ്ദേഹത്തെ ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം വരുവാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത്. അദ്ദേഹം വരാമെന്ന് പറഞ്ഞുവെങ്കിലും ഓർത്തഡോക്സ് വിശ്വാസം ശരിയാണോ എന്ന് തെളിയിക്കുവാനായിട്ട് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഒരു ഇന്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു, അദ്ദേഹം വന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അതവിടെ നിന്നോട്ടെ. ഇപ്പൊ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും ഒരു അനാവശ്യ വാക്കുകളോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ലാത്തതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നും അപ്പോസ്തലന്മാരോ അങ്ങനെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ഈ ഓർത്തഡോക്സ് വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ആ പാസ്റ്റർ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ വളരെ തെറ്റാണ്. അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ അദ്ദേഹം പാടില്ലായിരുന്നു. അദ്ദേഹം അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കുവാൻ പാടില്ലായിരുന്നു. അത് വളരെ തെറ്റായി പോയി എന്നുള്ളതാണ് എനിക്കും ഈ തരുണത്തിൽ ഓർപ്പിക്കാനുള്ളത് സത്യത്തിൽ. പക്ഷെ എങ്കിലും എന്താണ്, മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള സുവിശേഷം എനിക്കും താല്പര്യമില്ല. എങ്കിലും എന്താണ്, അനേകർ ദൈവത്തിലേക്ക് വിടിപ്പിക്കപ്പെടണം എന്നുള്ള ആഗ്രഹവും ഉള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ധാരാളമായി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 17-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. പൗലോസ് ആരോഗ്യോപക മധ്യം നിന്നുകൊണ്ട് പറഞ്ഞത്, അധേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്നു നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്ന് എടുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ബിന്നി എന്ന് പറയുന്ന ബ്രദർ ഓർത്താൽ മതി, ഇത് നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം എന്താണ്, അജ്ഞാത ദേവൻ എന്നുള്ള വേദിക്കല്ല് കണ്ടു, എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നതന്നെ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെ, വളരെ ശ്രദ്ധിക്കണം, ലോകവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. എന്താണ് വാസം ചെയ്യുന്നില്ല? അവൻ ആത്മാവായ ദൈവമാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മൾ ഹൃദയത്തിൽ അവൻ ഇടം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്.
അല്ലെ? നിങ്ങളിൽ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വായികളിൽ നിന്ന് ഇങ്ങനൊന്നും വരികയില്ല. നിങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ വാക്കിന്റെ കൂടെ ഒരു ശാപത്തിന്റെ വാക്കുകൾ കൂടി വരികയില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ദൈവവചനം നിങ്ങളിൽ കാര്യമായി വ്യവഹരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യമായി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയുവാൻ കഴിയുകയില്ല. ബിന്നി ജോൺ എന്ന് പറയുന്ന ബ്രദറിനോടാണ് എനിക്ക് പറയുവാനുള്ളത്. അല്ലെ? അവരുടെ വിശ്വാസമാണ് ശരിയെന്ന് പല കാലങ്ങളായി അദ്ദേഹം 4 തലമുറ ബെന്തിക്കോസ് ആയിരുന്നു. ബെന്തിക്കോസിൽ പോയി നല്ല കാര്യം, അദ്ദേഹത്തിന് കുറച്ച് അറിവുണ്ടായപ്പോൾ അദ്ദേഹം മാറി എന്നുള്ള കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആദ്യ മീറ്റിംഗിൽ ഷിബു ചായന്റെ കൂടെയുള്ള ആ മീറ്റിംഗിൽ ഷിബു ചായൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്ന് ഓർക്കുന്നു എന്നുള്ളതാണ്. കാരണം മദ്യപിക്കുന്നത് തെറ്റില്ല, പക്ഷെ മദ്യപിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് അത് ചേർന്ന ഒരു കാര്യമാണ്. ഒരിക്കലും അപ്പോസ്തലന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല മദ്യപിക്കുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവരെന്ത് ചെയ്യുന്നു? അതിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ബിന്നി ഇതൊക്കെ ഓർത്താണ് പോയതെങ്കിൽ ഞാൻ ബിന്നിയോട് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവവചനം പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു, ഇനിയും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഓർത്തഡോക്സ് വിശ്വാസമാണ് ശരിയെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? വളരെ തെറ്റായ കാര്യമാണ്. ഓർത്തഡോക്സ് ആണ്, ബെന്തിക്കോസ് ആണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നു. ഇതൊന്നുമല്ല. ഇനി എത്രയോ കടമ്പകൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എത്രയോ കടമ്പകൾ ഇനിയും കിടക്കേണ്ടതായിട്ടുണ്ട്. ആ കടമ്പകൾ മനസ്സിലാക്കി പോകുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് മാത്രമേ ഇതൊക്കെ കഴിയുകയുള്ളൂ. അല്ലാതെ കുറെ അധികം ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ആൾക്കാർ എന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോസ്തലന്മാരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അവരെ ഉപദ്രവിക്കുമ്പോൾ ആരും അവരെ സഹായിക്കാൻ വന്നില്ല. അവർ പറയുന്നു, ഒരു 40 അടി കണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അവരെല്ലാം ഒറ്റയ്ക്കാണ് ഇതെല്ലാം അനുഭവിച്ചത്. അല്ലെ? അവരുടെ വായിൽ നിന്നൊരു അനാവശ്യ വാക്കുകൾ പോലും വന്നതായിട്ട് പറയപ്പെടുന്നില്ല. അപ്പൊ അതവിടെ കിടന്നോട്ടെ. എല്ലാവരും പേഴ്സണൽ കാര്യം അനാവശ്യ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതിനകത്ത് എനിക്ക് യാതൊരു ഞാനതിനകത്ത് തലയിടുന്നില്ല. എങ്കിലും അവിടെ ഞാൻ വായിച്ചു നിർത്തി ആ വാക്യത്തിലേക്ക് വരികയാണ്. അവിടെ ഇരിക്കണം, പൗലോസ് അരയോപക മധ്യം എന്നുകൊണ്ട് പറഞ്ഞത്, അതേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും എന്താണ് അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. അല്ലെ? താൻ എല്ലാവർക്കും ജീവനും ശാസ്ത്രവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്ന് അവിടെ പറയുന്നു. താൻ എല്ലാവർക്കും ജീവൻ ശാസ്ത്രവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്നപോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലാണ് വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു ബിൽഡിംഗ് കെട്ടി അതിനകത്ത് ദൈവം ഇരിക്കുകയല്ല. അങ്ങനത്തെ വിശ്വാസങ്ങൾ വളരെ തെറ്റാണ്. അല്ലെ? അത് അവിടെ തന്നെ ഞാനത് അവസാനിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നു സ്നാനത്തെ കുറിച്ച്, അല്ലെ? ബെന്തിക്കോസുകാരുടെ സ്നാനം എനിക്ക് മനസ്സിലായി 3 പേരുടെയും 3 ദൈവങ്ങളുടെ നാമത്തിലുള്ള സ്നാനമാണ് ബെന്തിക്കോസുകാരുടെ സ്നാനം എന്ന് പറയുന്നത്. അല്ലെ? അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓർത്തഡോക്സുകാരുടെ തന്നെയാണ് അവർ 3 പേരും 3 ദൈവങ്ങളുടെ നാമത്തിലുള്ള സ്നാനം. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിലുണ്ടോ? ഒന്ന് ചിന്തിച്ച് നമുക്ക് നോക്കാം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പത്രോസ് അവരോട് മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായി, അല്ലേ? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. പാപങ്ങൾക്ക് മോചനം കിട്ടുന്നതാണ് സ്നാനത്തിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം. അത് മോചനം കിട്ടുന്നത് എങ്ങനെയായിരിക്കണം? ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം ഏൽപ്പിക്കണമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെ? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനമേൽക്കേണ്ടതെന്നാണ് പാപമോചനം ലഭിക്കണമെങ്കിൽ. അല്ലെ? 3 പേരുടെ 3 ദൈവത്തിന്റെ നാമത്തിലാണോ? അല്ല. ബെന്തിക്കോസുകാർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അത് ഓർത്തഡോക്സുകാർ അതേ തന്നെ കോപ്പി ചെയ്ത് ഇത് ചെയ്യുന്നവരാണ്. അപ്പൊ എന്ത് വ്യത്യാസമാണ്? നിങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസത്തിന്റെ കാര്യം ഇതിനകത്തില്ല. വിശ്വാസത്തിൽ തന്നെ ആദ്യം തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്ക് യാതൊരു മാറ്റങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി ഞാൻ വായിക്കാം, അല്ലേ? പാപമോചനത്തിന്റെ കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 10:43 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 43-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 43-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പൊ നിങ്ങൾ പറയുന്നു 3 പേരുടെ നാമത്തിലാണ് സ്നാനം, അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടുന്ന ദൈവത്തിലാണ് സ്നാനം, അല്ലെ? പാപമോചനം ലഭിക്കണമെങ്കിൽ, അല്ലെ, എല്ലാവരും സ്നാനം സേവിക്കേണ്ട ആരുടെ? പത്രോസ് പറഞ്ഞു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു പാപമോചനം ലഭിക്കണമെങ്കിൽ, അല്ലെ? പല ആളുകളും ചോദിക്കും, പാപമോചനം ലഭിക്കുന്നത് ഏത് നാമത്തിലാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് പാപമോചനം ലഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നുവോ, എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നത് ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി പുരുഷാരം കണ്ട് ഭയപ്പെട്ടു മനുഷ്യർക്ക് ഇങ്ങനെ അധികാരം കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പൊ അവൻ ദൈവമാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണത് മനുഷ്യർക്ക് ഈ അധികാരം കൊടുത്ത് കിട്ടി, അല്ലെ? മനുഷ്യർക്ക്. അതുപോലെ തന്നെ പല ആളുകളും വിശ്വസിച്ചേക്കുന്ന പത്രോസിന് ഇത് സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൊടുത്തപ്പോ കർത്താവ് പാപമോചനത്തിലുള്ള, അതുകൊണ്ടാണ് ഈ പാപമോചന ചീട്ടൊക്കെ പലർക്കും ഉണ്ടല്ലേ. അപ്പം അവിടെ മനസ്സിലാക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ ഏത് നാമത്തിലാണ് സ്നാനം ഏൽക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം ഏൽക്കേണ്ടത്. അവിടെ വളരെ വ്യക്തമായിട്ട് പത്രോസ് പഠിപ്പിച്ചതാണ്. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിപരീതമായി സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ വന്ന് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവർ ശപിക്കപ്പെട്ടവർ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു കാര്യം, ഏറ്റവും വലിയൊരു സത്യമെന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അല്ലെ? ഇപ്പൊ ആ ദൈവം ഒരുവനേ ഉള്ളൂ. ആ ഒരുവനായ ദൈവം ഏകനാണ്. ഏകനായ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു, അല്ലെ? 1 തിമോത്തിയോസ് 3:16 അതാണ് പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ വായിക്കുമ്പോൾ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, അതായത് രണ്ടാമത്തെ ദൈവം മാനിഫെസ്റ്റ് ആയി എന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇന്ന് ഓർത്തഡോക്സിലെ തൃത്വക്കാരും വിശ്വസിക്കുന്നതും ബെന്തിക്കോസിലെ തൃത്വക്കാരും വിശ്വസിക്കുന്നത് രണ്ടാമത്തെ ആള് വന്ന് മാനിഫെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇന്നും പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിമോത്തിയോസ് 3:16 രേഖപ്പെടുത്തിയിട്ടും അതിനെ അനുസരിക്കാൻ കഴിയാതെയാണ് ഇന്നത്തെ വിശ്വാസികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഡിബേറ്റ് ഒക്കെ നടക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കുക, നിങ്ങളുടെ വിശ്വാസം എവിടെ എത്തി, നിങ്ങൾ എവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം നിങ്ങളെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ ഡിബേറ്റുകൾക്കൊക്കെ പോകുവാനായിട്ട് തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ പ്രസംഗം പറയുന്നവർ അത് തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പറയുമ്പോൾ, അല്ലെ? അവരുടെ തൃത്വമല്ലേ നിങ്ങൾ എടുത്തിരിക്കുന്ന? ബന്ധുക്കോസുകാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ബന്ധുക്കോസുകാരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യം, അവരുടെ തൃത്വമല്ലേ നിങ്ങൾ എടുത്തിരിക്കുന്നത്? അവരുടെ നിക്കിയ പ്രമാണമല്ലേ നിങ്ങൾ എടുത്തിരിക്കുന്നത്? അതെടുക്കാമെന്ന് സാംകുട്ടി സാർ വരെ പറഞ്ഞു. അവര് പല സഭകളിലും അവർ സംസാരിച്ചെന്ന് അദ്ദേഹം കഴിഞ്ഞ മുമ്പത്തെ വീഡിയോകളിലൊക്കെ, 6 മാസം മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോകളിലൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് തന്നെ ആയാലും ഇനി ഒരു ഡിബേറ്റ് നടക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഷമീർ കൊല്ലം പാസ്റ്ററും കൂടെ റെഡിയായിട്ട് ഒരു ഡിബേറ്റ് നടക്കുമോ, ബിന്നി പി ജോൺ വെല്ലുവിളിച്ചതല്ലേ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.